രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേലിന്റെ പ്രത്യേക പ്രതിനിധി സംഘം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് എത്തി. ദോഹയിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഹമാസിന്റെ പ്രതിനിധി സംഘം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികളുമായി ചർച്ചകൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം പുതിയ പരിവേഷത്തോടുകൂടി ദോഹയിലേക്ക് എത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രതിനിധി സംഘം അധികം വൈകാതെ മിഡിൽ ഈസ്റ്റിലെ ഡൊണാൾഡ് ട്രംപിന്റെ എൻവോയി സ്റ്റീവൻ വിൻഹോക്കിന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസം തന്നെ ദോഹയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ടാം ഘട്ട വെടിനിർത്തൽ എത്രയും വേഗം പ്രാബല്യത്തിൽ കൊണ്ടുവരിക, ഇതാണ് ഹമാസ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഏപ്രിൽ മാസം 19-ാം തീയതി വരെ ഒന്നാം ഘട്ട വെടിനിർത്തൽ തുടർന്നു കൊണ്ടുപോകുന്നതിനും അതിനിടയിൽ പരമാവധി ബന്ദികളെ, ജീവനോടെയുള്ള ബന്ദികളെ പരമാവധി ഇസ്രായേലിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇനി ഹമാസിന്റെ പക്കൽ 24 ബന്ദികളാണ് ജീവനോടെ അവശേഷിക്കുന്നത് എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ 24 ബന്ദികളിൽ 12 പേരെ ഉടനടി ഹമാസ് ഇസ്രായേലിന് കൈമാറണമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധന. ഏപ്രിൽ മാസം 19-ാം തീയതി അവശേഷിക്കുന്ന 12 ബന്ദികളെ കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറും. തുടർന്നുള്ള ദിവസങ്ങളിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധനകളിലൊന്ന്. എന്നാൽ ഇതിനെ ഹമാസ് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് പോകണമെന്നും എത്രയും വേഗം രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നാണ് ഹമാസ് ആഗ്രഹിക്കുന്നത്. മാർച്ച് മാസം 1-ാം തീയതി ഒന്നാം ഘട്ട വെടിനിർത്തൽ 6 ആഴ്ച നീണ്ടു നിന്ന ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതാണ്. മാർച്ച് 2-ാം തീയതി രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു. എന്നാൽ അവിടെ തന്ത്രപരമായൊരു പിന്മാറ്റം ഇസ്രായേൽ നടത്തി. ഇസ്രായേൽ രണ്ടാം ഘട്ട വെടിനിർത്തലിനോ ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചകൾക്കോ തയ്യാറായില്ല. എന്നു മാത്രവുമല്ല, ഏകപക്ഷീയമായി ഒന്നാം ഘട്ട വെടിനിർത്തൽ ഒരു മാസം കൂടി നീട്ടിക്കൊണ്ടുപോകണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. ഏപ്രിൽ 19 വരെ, ആദ്യം പറഞ്ഞത് റംസാൻ ദിവസം വരെ എന്ന് പറഞ്ഞു. പിന്നീട് അത് നീട്ടിക്കൊണ്ട് ഏപ്രിൽ മാസം 19-ാം തീയതി വരെ ഒന്നാം ഘട്ട വെടിനിർത്തൽ നീട്ടിയതായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഹമാസ് ഇതിനെ നഖശികാന്തം എതിർത്തു. എന്നാൽ ഒടുവിൽ മറ്റു പോംവഴികളില്ലാതെ ഇസ്രായേലിൻ്റെ ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വന്നു ഹമാസിന്. ആ ഹമാസ് ഇപ്പോൾ പറയുന്നത്, ഞങ്ങൾ അമേരിക്കൻ ഇസ്രായേലി പൗരനായ ഏദൻ അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള 10 ബന്ദികളെ ഈ കാലയളവിൽ, ഏപ്രിൽ 19 വരെയുള്ള കാലയളവിൽ ഞങ്ങൾ മോചിപ്പിക്കും. അടുത്ത ഞങ്ങളുടെ പക്കലുള്ള 14 ബന്ദികളെ, ജീവനോടെ അവശേഷിക്കുന്ന 14 ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യം രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം ഞങ്ങൾ പരിഗണിക്കും. ഇതാണ് ഇപ്പോൾ ഹമാസ് പറയുന്ന ന്യായം. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഇത്തരം ചില നിബന്ധനകളിൽ മാറ്റം വരികയും പുതിയ ചില തീരുമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മുഴുവൻ ജീവനോടെ അവശേഷിക്കുന്ന ബന്ദികളെയും തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കുക, അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണ ഇതിനുണ്ട്. ഇതിൻ്റെ കാരണം ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിക്കുമ്പോൾ ജീവനോട് അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളും ഇസ്രായേലിലേക്ക് എത്തിയാൽ പിന്നെ രണ്ടാം ഘട്ട വെടിനിർത്തലിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യം ഇസ്രായേലിനില്ല. ഇസ്രായേൽ തങ്ങളുടെ തനി സ്വരൂപം അപ്പോൾ പുറത്തെടുക്കും. ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം ഹമാസിനെതിരെ അഴിച്ചുവിടും. ഗാസ സ്ട്രിപ്പിലുടനീളം ഹമാസിനെതിരെയുള്ള യുദ്ധമായിരിക്കും ഇസ്രായേൽ നടത്തുക. ഇനി ഒരിക്കൽ കൂടി ഗാസയിൽ ഹമാസ് തലപൊക്കരുത്, ഗാസയുടെ ഭരണം ഹമാസിൻ്റെ കയ്യിലേക്ക് എത്തരുത്. ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഉയർത്തുന്ന സാഹചര്യം ഹമാസിൽ നിന്നുണ്ടാകരുത്. അതിനുവേണ്ടി ഹമാസിനെ അടിമുടിയില്ലായ്മ ചെയ്യുക, അടിവേര് തോണ്ടി ഹമാസിനെ സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക, ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതിന് പക്ഷേ ഇത്രയും കാലം തടസ്സമായി നിന്നത് ഈ ബന്ദികളായിരുന്നു. ബന്ദികളെ വെച്ചുകൊണ്ടുള്ള വിലപേശലും സമ്മർദ്ദതന്ത്രവുമായിരുന്നു ഹമാസ് നടത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ജീവനോട് അവശേഷിക്കുന്ന ബന്ദികളെല്ലാം ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല. പിന്നീടുണ്ട് 35ഓളം ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് കിട്ടാനുണ്ട്. അതിപ്പോൾ കിട്ടുന്ന കാര്യം വൈകിയാലും ഇസ്രായേലിനെ സംബന്ധിച്ചത് വിഷയമല്ല. ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കും. ഈ പദ്ധതിക്ക് അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണയുണ്ട്. അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയോട് കൂടിയാണ് ഹമാസിനെതിരെയുള്ള പോരാട്ടം ഇസ്രായേൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചപ്പോൾ ഏകപക്ഷീയമായി പുതിയൊരു നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വെച്ചതും
അതിന് അമേരിക്കയുടെ പിന്തുണയുള്ളതും ഒടുവിൽ മറ്റ് ഗത്യന്തരമില്ലാതെ ഹമാസിന് അത് അംഗീകരിക്കേണ്ടി വന്നതും. രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിൻ്റെ ചർച്ചകൾ ദോഹയിൽ നടക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് തന്ത്രപരമായ ഒരു നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. എങ്ങനെയെങ്കിലും ജീവനോട് അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും തങ്ങളുടെ രാജ്യത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുക. അതിനുശേഷം സമ്പൂർണ്ണമായ ഹമാസ് ദഹനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഹമാസിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള യുദ്ധമായിരിക്കും ഇസ്രായേൽ ഗാസയിൽ നടത്തുക. അതേസമയം ഞായറാഴ്ച രാത്രിയോടെ ഗാസയിലേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും ഇസ്രായേൽ വിച്ഛേദിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിൻ്റെ ഊർജ്ജ മന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗാസയെ സമ്പൂർണ്ണമായി ഇരുട്ടിലാക്കുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ പയറ്റുന്നത്. ഗാസയിൽ വൈദ്യുതി പൂർണ്ണമായും ഇല്ലാതാക്കി. ഗാസയിലേക്കുള്ള മാനുഷിക സഹായം, പ്രത്യേകിച്ച് വെള്ളം, ഭക്ഷണം, വസ്ത്രം, മരുന്ന് തുടങ്ങിയ സഹായ വിതരണങ്ങൾ പൂർണ്ണമായും നിലച്ചു. ഇതോടുകൂടി ഗാസയിലെ ജനങ്ങൾ അതീവ സമ്മർദ്ദത്തിലാകും, ഹമാസ് സമ്മർദ്ദത്തിലാകും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കാൻ ഹമാസ് നിർബന്ധിതരാകും എന്നതാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത്. ഈ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാസയിലേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും ഇസ്രായേൽ വിച്ഛേദിച്ചത്. എന്നാൽ ഇതുകൊണ്ടൊന്നും തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റമുണ്ടാകില്ല എന്ന് മുതിർന്ന ഹമാസ് കമാൻഡർ വ്യക്തമാക്കിയിരിക്കുന്നു. അൽ ജസീറ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിലാണ് മാനുഷിക സഹായങ്ങൾ നിർത്തിവെച്ചതിലൂടെ ഇസ്രായേലിൻ്റെ യഥാർത്ഥ മുഖമാണ് വെളിപ്പെട്ടത് എന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ അടക്കം പിന്തുണയോടുകൂടിയാണ് ഈ മാനുഷിക സഹായങ്ങളുടെ ട്രക്കുകൾ ഇസ്രായേൽ തടഞ്ഞു വെച്ചത്. ഇതിന് ഇസ്രായേൽ പറയുന്ന ഒരു ന്യായീകരണം, നൂറുകണക്കിന് ട്രക്കുകളാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഗാസയിലേക്ക് കടത്തിവിട്ടത്. നൂറുകണക്കിന് ട്രക്കുകൾ ഒരു ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ അടുത്ത 1-2 ആഴ്ചക്കാലത്തേക്ക് ആവശ്യമായ വെള്ളം, ഭക്ഷണം, വസ്ത്രം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, മരുന്നുകൾ എല്ലാം തന്നെ അവിടെ ഇതിനകം ലഭ്യമായിട്ടുണ്ട്. ഇനി അധികം ട്രക്കുകൾ ഗാസയിലേക്ക് കൊണ്ടുപോയാൽ അത് ഹമാസിൻ്റെ ഭീകരന്മാർ പിടിച്ചെടുക്കും. ഹമാസ് അത് അവർക്ക് വേണ്ടിയുള്ള അവരുടെ പുനരുജ്ജീവനത്തിനും അവരുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ടൂളാക്കി അതിനെ ഉപയോഗിക്കും. അവരുടെ ധനസമാഹരണത്തിന് വേണ്ടിയുള്ള മാർഗമായി അവർ ഉപയോഗിക്കും. അങ്ങനെ ഗാസയിൽ അവർ വീണ്ടും വലിയ ശക്തിയായി മാറാൻ സാധ്യതയുണ്ട്. ജനങ്ങൾക്ക് ആ മാനുഷിക സഹായങ്ങളുടെ പ്രയോജനം ലഭിക്കില്ല. അത് മുഴുവൻ ഹമാസിൻ്റെ ഗോഡൗണുകളിലേക്കായിരിക്കും എത്തുക. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാനുഷിക സഹായങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു, താൽക്കാലികമായി തടഞ്ഞു വച്ചിരിക്കുന്നു. ഇനിയും ഗാസയിലെ സാധാരണക്കാർക്ക് വെള്ളവും ഭക്ഷണവും വസ്ത്രവും ഒക്കെ വേണ്ടി വരുമ്പോൾ ഇസ്രായേൽ തന്നെ ആ ട്രക്കുകൾ കടത്തിവിടും. നിലവിൽ ആ ട്രക്കുകൾ കടത്തിവിട്ടാൽ അതിൻ്റെ പ്രയോജനം ഗാസയിലെ പാലസ്തീനികൾക്കോ സാധാരണക്കാർക്കോ അല്ല ലഭിക്കുന്നത്. അതിൻ്റെ പ്രയോജനം ഗാസയിലെ ഹമാസിൻ്റെ ഭീകരന്മാർക്കായിരിക്കും ലഭിക്കുക. അതുകൊണ്ടാണ് ഇത്തരമൊരു കടുത്ത നടപടിയെടുത്തത് എന്ന് ഇസ്രായേൽ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം അമേരിക്ക തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഗാസ പിടിച്ചെടുക്കണം, ഗാസയുടെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലേക്ക് വരണം. ഇത് ഇസ്രായേലും ആഗ്രഹിക്കുന്നതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിന് വേണമെന്നില്ല, മറിച്ച് ഗാസയുടെ നിയന്ത്രണം ഒരിക്കലും ഹമാസിനോ അല്ലെങ്കിൽ പാലസ്തീൻ അതോറിറ്റിക്കോ ഇറാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ഭീകര സംഘടനയ്ക്കോ പോകാൻ പാടില്ല. ഹമാസിൻ്റെ സാന്നിധ്യം ഗാസയിൽ ഉണ്ടാകാൻ പാടില്ല, പാലസ്തീനികൾ ഗാസയിൽ ഉണ്ടാകാൻ പാടില്ല. ഇതുമാത്രമാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. ഇതേ കാര്യം തന്നെയാണ് അമേരിക്ക അവതരിപ്പിച്ച പദ്ധതിയിലുമുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഗാസ ഏറ്റെടുക്കൽ പദ്ധതിയെ പരിപൂർണമായും ഇസ്രായേൽ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്.